നമുക്കെല്ലാം വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളെ പറ്റിയിട്ടറിയാം. അറിയാനുള്ള അവകാശത്തിന് വിവരാവകാശ നിയമത്തെ പറ്റിയിട്ടറിയാം. എന്നാൽ നമുക്കൊക്കെ പണ്ടേ കിട്ടേണ്ട ഒരു അവകാശം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ആ ഒരു അവകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും പരീക്ഷ എഴുതുന്നുണ്ട്, അതിന് ഫീസ് അടയ്ക്കുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, നമുക്ക് മാർക്ക് ഷീറ്റ് കിട്ടുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതിയ ചോദ്യത്തിന് നമ്മൾ ഉത്തരമായിട്ട് എഴുതിയ ഉത്തരക്കടലാസിന് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് ആർക്കും ഇതുവരെ അറിയത്തില്ല. ഗവൺമെന്റ് പറയുന്ന ഭീമമായ ഒരു തുക അടച്ചു കഴിഞ്ഞാൽ അതിനൊന്ന് റീവാലുവേഷൻ ചെയ്യാൻ കിട്ടും. എന്നാൽ നമ്മൾ എഴുതിയ ഉത്തരക്കടലാസ്, നമ്മൾ പൈസ കൊടുത്ത്, നമ്മൾ ഫീസ് അടച്ച്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ എഴുതിയ പരീക്ഷയുടെ പേപ്പർ നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ ചോദ്യത്തിന് നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞോ എന്ന് അറിയാനുള്ള അവകാശം ഓരോ വിദ്യാർത്ഥിക്കും, പരീക്ഷ എഴുതുന്ന ഓരോ വ്യക്തിക്കും ഉള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചോദ്യം തരാതിരിക്കുന്നതിന് പല കാരണങ്ങളും കണ്ടുപിടിക്കാറുണ്ട്. പലപ്പോഴും ഇത് കൃത്യമായിട്ട് ഉത്തരങ്ങള് കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്യാറില്ല. വാല്യുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് മാർക്ക് ഇടാറില്ല. അത് ഇട്ടാൽ തന്നെ ശരിക്കും കൂട്ടാറില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? വളരെ സിമ്പിൾ ആയിട്ടാണ്. ഈ ഓരോ ഉത്തരക്കടലാസും ഉത്തരം എഴുതുന്ന വിദ്യാർത്ഥിയുടെ അവകാശമായിട്ട് സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ പുറത്ത് യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല എന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്തരക്കടലാസുകൾ ഈ വിദ്യാർത്ഥികൾക്ക് നമുക്ക് നേരിട്ട് നൽകാവുന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിന്റെ വിമർശനങ്ങൾ വരാം, അധ്യാപകർക്ക് അതിനകത്ത് ചില പ്രശ്നങ്ങൾ വരാം, അധ്യാപക സമൂഹം ചിലപ്പോൾ എന്നോട് ദേഷ്യപ്പെടുമായിരിക്കാം. പക്ഷെ ഇത് നമുക്ക് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്, നമുക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. ഓരോ കുട്ടിയുടെ അവകാശമാണ് ആ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതും, എന്തിന് കിട്ടിയെന്നുള്ളതും, എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതും. നമുക്കറിയാം കേരളത്തിലെ എല്ലാ പരീക്ഷകൾക്കും IT ക്ക് എല്ലാവർക്കും A+ കിട്ടുന്നു. എങ്ങനെ കിട്ടുന്നു? ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. നന്ദി, നമസ്കാരം.